പേടിച്ചു പോയല്ലേ ഞാൻ. എന്തിന്? എന്താ വന്നേ? ഒന്ന് മേക്ക് ഓവർ ആക്കണം. അയ്യോ മുടി ഒന്ന് വെട്ടിത്തരണെന്ന്. മുടി വെട്ടണ? അങ്ങനത്തെ വെട്ടല്ല. ഈ ഭാഗത്ത് മൊത്തം വെട്ട, ഈ ഭാഗത്ത് മൊത്തം വെട്ട. 3 കീറ്റിങ് കൂട്ടി 3 കീറ്റിങ് കൂട്ടും. നമ്മള് സൂര്യനെ പോലെ. ഹിപ്പിയോ ക്രോപ്പോ? ഹിപ്പിയും ക്രോപ്പല്ല, അത് പഴയ സ്റ്റൈലല്ലേ, ഒരു നൂതന സ്റ്റൈല്. അത് ഈട ഒരു 3 കളറായിക്കോട്ടെ, പച്ച മഞ്ഞ ചോപ്പ്, പിന്നെ ഇവിടെ സ്പൈക്ക്. അത്രേ ഉള്ളൂ, ചെറിയ പണി. അത് ചെയ്തു തന്നെ പെട്ടെന്ന്. ഒരു സ്റ്റൈല് മാറ്റി പിടിക്കാലോ രാവട്ടാ. നീ വന്നേ, ഇങ്ങ പുറത്തേക്ക് വാ. ആഹാ, സെറ്റപ്പ് പുറത്താക്കിയാ അത് നല്ല എന്നെ വാ. ഇത് കണ്ടാ നീ? നോക്കട്ടെ. ആ തോട് കണ്ട ചോരുന്നുണ്ടാ? ഈ പറഞ്ഞ കട്ടും ഈ കടയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാ നായിയേ? എന്തിനാകോട്ടെങ്കിൽ പറയുന്നത്? രണ്ടും രണ്ട് കട്ടല്ലേ. എന്റെ ഒരു ന്യൂ ജെൻ ആക്കാനാണല്ലേ പറയുന്നത് രാഘോട്ടാ. ഓപ്പൺ കണ്ണം സ്റ്റൈൽ അറിയോ? ആ സ്റ്റൈൽ അറിയില്ല. എനക്ക് ഒന്നും അറിയില്ലടാ രാഘോട്ടാ. ഇനി അങ്ങോട്ടുള്ള കാര്യം നിങ്ങൾ ന്യൂ ജെൻ ആവണം. നീ ഒഴിക്കപ്പാടായിരുന്നു. ഞാനിവിടെ നിൽക്കല്ലേ, ഞാൻ പാലക്കാടിലുണ്ടാലേ. ആടെ നമ്മള് ഈറ്റ കിട്ടും പോവും, അത് ഞാൻ മരം പിടിക്കും പോവും. ഈറ്റ നമ്മള് ഈ പുലിയും നരിയും എല്ലാം ഉണ്ടാവില്ലേ, അതിന്റെ ഉള്ളിൽ കൂടി നമ്മള് വളരെ സ്മൂത്ത് ആയി ഈറ്റയും പൊട്ടിയും വിളിക്കും. അവിടെ ചീറ്റപ്പുലി ഉണ്ടാ? ഈറ്റപ്പുലിയല്ലടാ. ഈറ്റപ്പുലി അല്ലാണ്ട് പിന്നെ ചീറ്റാന്നല്ലേ പറയാ? ഈറ്റപ്പുലിയല്ല, തീറ്റപ്പുലിയാന്ന്. ചീറ്റപ്പുലി രാഘവട്ടെ നിങ്ങൾ തിന്നായത്. നിങ്ങളുടെ പുലിന്റെ കാര്യം പറയാൻ പറ്റില്ല. നീ എന്തിനാ വന്നത്? ഞാൻ ഒരേ കക്കൂസിൽ സൂച്ചിട്ടാല് അടുക്കളയെ കത്തും, അടുക്കളയിൽ സൂച്ചിട്ടാ പടിഞ്ഞാറ്റാത്ത പടിഞ്ഞാറ്റാത്തിട്ടാലോ വയ്യപ്പുറത്ത് കോനാക്കത്തും. അതിനെന്തിന്റെ പ്രശ്നം എന്തിന്റെ? എടാ നീ പടിഞ്ഞാറ്റ് ഇട്ട് കഴിഞ്ഞാല് അടുക്കളി കത്തും, അടുക്കള ഇട്ടാല് ബെഡ്റൂം കത്തും, ഏടെയും കാറ്റ് ഇത് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പിന്നെന്തിന്റെ എന്തിനാ നന്നാക്കുന്നു? ആനങ്ങാണ്ട് ഇരിക്കാങ്ങയ്യേ, പ്രായമുള്ളിലുണ്ട് പൊരയില് പൊരാൻ കത്തിപ്പോലെപ്പട്. അല്ലാണ്ട് പിന്നെ നമ്മള് ബേബി ഇല്ലേ, ഇലക്ട്രീഷ്യൻ ബേബി, മൂപ്പരെ തപ്പി ഇറങ്ങിയതാ. ബേബീനെ? അതിന്റെ ബേബി പണി നിർത്തിയാ? ബേബി മരിച്ചോന്ന് അറിയിച്ച നീ? മരിച്ചോയാ? എന്താ ബേബിക്ക് മരിച്ചൂടെ? എന്നിട്ട് നമ്മളെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഞാനെവിടെയും കണ്ടിട്ടില്ലല്ലോ. ഈ ബേബിന്റെ മരണ വാർത്ത ഞാനായിട്ടിനി. അതിന്റെ അടിയിൽ കുറെ ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റും, ഗുഡ് ആഫ്റ്റർനൂണും, പിന്നെ ഏതെങ്കിലും അമ്മായിരും അമ്മാന്റെ മക്കളെ ബർത്ത്ഡേ പറഞ്ഞ ബർത്ത്ഡേ കേക്ക്, അതിന്റെ ആശംസ ഒന്നും നാനാവിധ ഇതിനെ മുങ്ങ് മൂടിക്കളും, മരണ വാർത്ത മൂടിക്കളും. മന്മദേട്ടൻ ഗുഡ് മോർണിംഗ്, സുഗുദേട്ടൻ ഗുഡ് മോർണിംഗ്, ഇത് കണ്ടമാനം ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും മാത്രമേ ഉള്ളൂ കേട്ടാ. അമ്മേ, എന്റെ അമ്മയും ഗുഡ് മോർണിംഗ് കിട്ടല്ലേ? എല്ലാം ഇതാ ബേബിയേട്ടന്റെ ഫോട്ടോ. എന്റെ മനെ, എന്നാലും വല്ലാത്തൊരു പോക്കായി പോയിട്ടാ. ആരത്? ഞാനാടോ, സുഗതനാ. മുഖത്തടിക്കല്ലടോ. എന്താടോ എന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ, എന്താ പറ്റി? ഒന്നും പറയണ്ടോ തോന്ന, ഈ കുന്ത്രാണ്ടം മരിച്ചു. കേടുവന്നാ? എങ്ങനെ? കാലത്ത് ഞാൻ ഈ കാലില് മറ്റേ കുഴമ്പിട്ടേ പിന്നെ ആ കൈ കൊണ്ട് അത് എടുത്തപ്പോൾ അത് നിലത്ത് വീണേ പിന്നെ ഒരനക്കമില്ല. വെറുതല്ല, ഞാൻ രാവിലെ ഗ്രൂപ്പില് നോക്കി, പലരുടെ എല്ലാ മെസ്സേജ് ഉണ്ട്, പക്ഷെ എന്റെ ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂൺ ഒന്നും കാണാനില്ല. ചെറുക്കനിപ്പോ വിളിക്കുവേ, അവൻ വിളിക്കുമ്പോ ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നാളെ ഇനി അതിനും കൂടെ ഞാൻ കേൾക്കാം. വിളിച്ചാലും ഒന്നുമില്ല, വിളിച്ചിട്ട് കുറെ ഉപദേശിക്കും, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അവിടെ പോരുത്, ഇവിടെ ഇരിക്കണം, അതൊക്കെ തന്നെ. ഒരു കണക്കിന് അത് മരിച്ചത് നന്നായിന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ രാവിലെ സലാമിന്റെ കട കൊണ്ടുപോയിട്ട് എന്താ പറ്റിയെന്നൊന്ന് നോക്കാം. ഗ്രൂപ്പിലൊന്നും മെസ്സേജ് ഇടാൻ പറ്റാത്തോണ്ടൊരു എന്തോ ഒരു വല്ലായികേടോ. അതെന്താ പറ്റിയെന്നേ ഞാൻ ഗ്രൂപ്പിലിടാ. അല്ല, അത് വേണ്ട, ഇനിയിപ്പോ നാളെ ഇത് ശരിയാക്കിയിട്ട് ഞാനങ്ങ് ഇട്ടാ പോരെ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മന്മഥന്റെ കാലില് ഇന്നലെ കല്ലിലെ തട്ടിന്ന് പറഞ്ഞില്ലേ, വലിയ കുഴപ്പമൊന്നുമില്ല. അവൻ ഗ്രൂപ്പിലെ മെസ്സേജ് ഒന്നും ഇടാത്തത് അവന്റെ ഫോണിന് ചെറിയൊരു പ്രശ്നമാണ്, അതുകൊണ്ടാണ്. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് എന്തായാലും ഇട്ടല്ലോ. നമ്മുടെ ക്ലബില്ലേ യുവതാര, അതും കൂടെ ഒന്നിട്ടോ. നീ പറഞ്ഞോ, എന്റെ ഫോൺ കേടാണ്, പറഞ്ഞോ. പ്രിയമുള്ളവരെ, ഞാന് മന്മഥനാണേ.
എൻ്റെ ഫോണ് കേടായതുകൊണ്ടാണ് ഇപ്പം ഈ സുഗതൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ഈ കാര്യം പറയുന്നത്. എൻ്റെ ഫോൺ നിലത്ത് വീണിട്ട് അത് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മെസ്സേജ് ഒന്നും ഇടാത്തത്. ആർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. നാളെ എൻ്റെ ഫോൺ ശരിയാക്കിയിട്ട് ഞാൻ മെസ്സേജ് ഇടുന്നതാണ് കേട്ടോ. ഇപ്പോൾ സത്യമായല്ലോ, ഇപ്പോൾ എന്തോ ഒരു ജീവൻ തിരിച്ചു കിട്ടിയ പോലെ. അല്ല കോയക്ക, നിങ്ങളുടെ വീട്ടിന് മുമ്പിലേക്കുള്ള സ്ലാബ് ഇടൽ എന്തായി? ശരിക്കും പറഞ്ഞ പൊതുമരാമത്ത് വകുപ്പിന്റെ എന്റെ നേർക്കുള്ള ഗൂഢാലോചന സുഖത്ത്. അല്ല, എനിക്ക് തിരിയാത്ത അതല്ല, നിങ്ങൾക്ക് എതിരെ കൂടാലോചന നടത്തിട്ട് ഓർക്ക് എന്ത് കാര്യം? അപ്പൊ അതല്ല ഈ പറഞ്ഞ. ഇതിപ്പോ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഞാൻ പല കാര്യത്തിലും ഈ നേതാക്കന്മാര് വരുമ്പോ എന്റെ മുണ്ടിന്റെ മടക്കത്ത് അയച്ചിടലോ എനിക്കലോ ഇല്ല. കാരണം ഓരെന്റെ കുടുംബം നോക്കണില്ല. അപ്പൊ അവിടെ മുതൽ അങ്ങോട്ട് പിടിക്കാണ് എന്നോട് നേരെയുള്ള ഗൂഢാലോചന. ഇതൊന്നും ഇപ്പൊ നമ്മക്ക് അറിയാത്തല്ല സുഖോ. കുറച്ച് വെള്ളം നിലെടുത്ത എന്താ മെമ്പറപ്പ ഇങ്ങള് കാട്ടിക്കൂട്ടിയത്? എന്തേ? അല്ല ഇങ്ങള് ഈ ആയുർവേദ ആശുപത്രിന്ന് ഫ്രീ ആയിട്ട് മരുന്ന് കൊടുക്കണ കാര്യം എന്താ എന്നെ അറിയിക്കാഞ്ഞ? എന്താ ഒന്ന് വരാതിരുന്ന അങ്ങോട്ട്? വരാ പറഞ്ഞ ഞങ്ങളുണ്ടപ്പ എന്നോട് പറഞ്ഞേക്കണേ. പറഞ്ഞുണ്ടോ? എല്ലാരും പോണ ഒരു കാര്യം പറയാൻ എന്റെ ഇടയിൽ കൂടെ ദിക്ക് നേരെയുള്ള ഗൂഢാലോചനയാണോ? ഇത് നേവിക്കാരുടെ ഗൂഢാലോചന. ഇത് ഒരു വർത്താനം പറഞ്ഞതിന്റെ ഇടയിൽ ഞാൻ പല തവണ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാര്യപ്പെട്ട ഒരു കാര്യം വരുമ്പോ അപ്പ വിടും നേവി. ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? ഇക്കെതിരുള്ള ഗൂഢാലോചന പലവും ഉണ്ട്. അത് മരുങ്ങളാവരുത് മെമ്പറെ. എന്താ ഞാൻ ചെയ്തേ? അതാ പറഞ്ഞ ആയുർവേദ മരുന്ന് ഫ്രീ ആയിട്ട് അവിടുന്ന് കൊടുക്കണ്ട്. വട്ടച്ചൊറിയുള്ളതാണ്. ഇത്തിരി മരുന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉപകാരമായിരുന്നു. നമ്മുടെ വാർഡിന്റെ വാട്സപ്പ് ഗ്രൂപ്പില്ലേ, അതില് മെസ്സേജ് വിട്ടിരുന്നല്ലോ. ഓ, വാർഡിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. അല്ല, ഇതിപ്പോ നിങ്ങൾ എന്താ പറയണേ? എനിക്കിപ്പോ ആരോടും ഒരു വ്യക്തിവൈരാഗ്യത്തിന്റെ കാര്യം ഇല്ലല്ലോ. ഞാൻ ഇവിടുത്തെ മെമ്പർ അല്ലേ. ഉണ്ടാവും, വ്യക്തിവൈരാഗ്യങ്ങൾക്ക് എന്നോടുണ്ടാവും. ഞാൻ കോട്ട് ചെയ്യണില്ലല്ലോ. ഏത് വോട്ട് ചെയ്തില്ലേ? എന്താ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണ? ഞങ്ങൾക്കല്ല, ആർക്കും വോട്ട് ചെയ്യണില്ല. ആവൂ, നന്നായി. ഇപ്പൊ ഞങ്ങള് ഒരു ഗുണമില്ലാത്ത ആൾക്കാർക്ക് ഇത് നോക്കിട്ട് കണ്ടോ? ആശുപത്രി വരണം എന്നുള്ള മെസ്സേജ് കണ്ടോ? ഇട്ടുണ്ട്. അതൊക്കെ ഇട്ട് നിങ്ങൾ അതിന്റെ ചോടൊന്ന് നോക്കും. ഒരു 10,100,000 ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റാണ് ആ കിടക്കണത്. പിന്നെ ഇതൊക്കെ ചകഞ്ഞ് നോക്കിയിട്ട് നിങ്ങൾ ഇപ്പെട്ട ഈ ഇത് കാണപ്പോ ആർക്കപ്പെടാൻ സൗകര്യമുള്ളത്? ആൾക്കാര് ഗുഡ് മോർണിംഗ് ഇട്ടില്ല, നേരം പഴക്കില്ല എന്നുള്ള ധാരണയിലാണ് ആൾക്കാർ. അല്ലേ? അല്ല, പിന്നെ അറിയിച്ചില്ല എന്ന് പറയണതിനോട് എനിക്ക് യോജിപ്പില്ല. അത്രയും ഞാൻ പറഞ്ഞോളൂ. അറിയിക്കാൻ ചോദിച്ചിട്ടൊരു അറിയിക്കല് അതന്നെ. അപ്പൊ ഇതിപ്പോ എന്തായാലും ഞാൻ അറിയിച്ചതാണ്. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ആയിക്കോട്ടെ. ഭയങ്കര കഥയില്ലേ ഞാൻ. ജേടായിരുന്നു ഇജ്ജിപ്പോ എടുക്കാവണ്? ഞാൻ നമ്മളെ ബേബി ഇല്ലേ, ഇലക്ട്രീഷ്യൻ, മൂപ്പര് മരിച്ചില്ലേ, വീട്ടിൽ പോവാ. ആ ചടങ്ങൊക്കെ കഴിഞ്ഞില്ലേ? നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടില്ലെന്ന് പറയുന്നത്. ഇതിന്റെ അകത്താണെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് പിറന്നാളല്ലേ ഉള്ളൂ. ഇത് അറിഞ്ഞിട്ടില്ല. കേട്ടോക്ക് മെമ്പർ ഞങ്ങളേത് ഇപ്പൊ പറഞ്ഞു കേട്ടോ. ഞാൻ അപ്പൊ അത് കാര്യം പറഞ്ഞ നാക്കുങ്ങളുടെ ഉള്ളിൽ കിട്ടില്ല. അത് ശരി. ഈ കാര്യമാണ് ഇപ്പൊ ഞങ്ങളും പറഞ്ഞത്. ഏത് നമുക്ക് പറയാം, അനാവശ്യമായിട്ടുള്ള മെസ്സേജുകളൊന്നും ഇനി ഇടരുതെന്ന്. എന്നാ ശരി. പോയിട്ട് ശരിയേ? അപ്പൊ നമുക്ക് പരിഹരിക്കാട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നീ 2 ദിവസം കഴിഞ്ഞിട്ടാ പോകുന്നു. ഇത് കേക്കുണ്ടോ നിങ്ങൾ? ഇത് മൂപ്പര വേറൊരു ഗൂഢാലോചനയാണ്. പരിഹരിക്കാൻ പറഞ്ഞില്ലേ? ഒരു പറയൽ തന്നെ ഉള്ളത്. പരിഹരിക്കൊന്നുമില്ല. ഇവരിപ്പോ 4ാമത്തെ കാര്യമാണ് പരിഹരിക്കാൻ പറഞ്ഞ് നടക്കാതെ പോയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇതൊന്ന് പരിഹരിക്കട്ടെ. ഈ ഗ്രൂപ്പിലേക്ക് ഇപ്പൊ നമുക്കും പറയാലോ. എന്തേ? പ്രധാനപ്പെട്ട ആളല്ലേ? അതാ പറഞ്ഞത്. ഹലോ, ഇത് നമ്മുടെ വാർഡിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കാരറിയാൻ വേണ്ടിയിട്ട് പറയാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യപ്പെട്ട കാര്യം മെസ്സേജായിട്ട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ചോട ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരും കുറെ ആൾക്കാർ. അത്യാവശ്യം കാര്യങ്ങൾ അറിയാനാണ് ഇപ്പൊ ഈ വാട്സപ്പ് ഗ്രൂപ്പ്. അത് നോക്കിക്കോളി. അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് അങ്ങോട്ട് പൊളിയും. ഇല്ലെങ്കിൽ ഞാൻ പൊളിക്കും. അതുണ്ടാവുക. ഏത് പറഞ്ഞു മനസ്സിലാവുണ്ടോ? നിങ്ങളെ കേട്ടോളി വേണമെങ്കിൽ. ഏത്
ആടാ പോട്ടെ. അതാണ് കൂടുതൽ എന്തേ? നന്നായി മൂപ്പരൊന്നും പറയണ്ട, നമ്മള് പറഞ്ഞാലും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവും. ഇത് ഞാൻ എന്ത് ചെയ്യിച്ചുണ്ടോ, നമ്മുടെ ഈ വാർഡിലുള്ള എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഞാൻ അങ്ങോട്ട് വിടും. ഏത് നാട്ടുകൂട്ടം ഗ്രൂപ്പിലെ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. യുവതാര ക്ലബിലെ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. വാർഡ് ഗ്രൂപ്പിലൂടെ നോക്കണം. ഹലോ, ഇത് നമ്മുടെ വാർഡിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കാരറിയാൻ വേണ്ടിയിട്ട് പറയാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യപ്പെട്ട കാര്യം മെസ്സേജായിട്ട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചോട ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരും കുറെ ആൾക്കാർ. അത്യാവശ്യം കാര്യങ്ങൾ അറിയാനാണ് ഇപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ്. അത് നോക്കിക്കോളി, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് അങ്ങോട്ട് പൊളിയും, ഇല്ലെങ്കിൽ ഞാൻ പൊളിക്കും. അതുണ്ടാവുക. ഏത് പറഞ്ഞ് മനസ്സിലാവുണ്ടോ? നിങ്ങളെ കേട്ടോളി വേണമെങ്കിൽ. ഏത് ഓയാ, ഈ പറഞ്ഞ് വളരെ ശരിയാണ്. ഈ ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും മറ്റേ കല്യാണവും മറ്റേ ആശംസകളും പിറന്നാളും ഒക്കെ ഇട്ടിട്ട് ഒന്നും ഗൗരവമില്ല, ഒരു കാര്യവും അതിൽ കിട്ടുന്നില്ല. ഇങ്ങനെ ആവശ്യമില്ലാതെ ഫോട്ടോ ഇടുന്നാണെങ്കിൽ എനിക്ക് വിട്ടൂടെ? മുടി പിടിക്കുന്നതും താടി പിടിക്കുന്നതും ഫോട്ടോ ഇട്ടൂടെ? ഇത് അയ്യ ഇത് കട്ട് തന്നെ വേണം. ഓക്കെ, കോയിക്ക പറഞ്ഞത് തന്നെയാണ് എനിക്കും യോജിപ്പുള്ളത്. കാരണം ഇത് ഇതെന്തോ ഗ്രൂപ്പാണ്, അത് എല്ലാരും മറക്കുന്നുണ്ട് സത്യം പറഞ്ഞ. ഇത് മന്മഥേട്ടനും മറ്റേ സുഗതൻ ചേട്ടനും കൂടെ ഈ മെസ്സേജ് ഇട്ട് കളിക്കാനാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും വേണ്ടി മാത്രം തുടങ്ങിയാൽ പോരെ. ഇതെന്തിനാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ്? ഇത് അതിനുള്ള അല്ല. ഞാൻ മറ്റേ പുള്ളിയോടാണ് യോജിക്കുന്നത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ആ മോനെ. അച്ഛാ, ഓ, എന്തിനാണ് അനാവശ്യമായിട്ട് ഓരോ ഗ്രൂപ്പിൽ കയറിയിട്ട് വെറുതെ മെസ്സേജുകൾ അയക്കാൻ പോകുന്നത്? വല്ല കാര്യമുണ്ടോ? അവിടെ TV വാങ്ങിച്ചു തന്നിട്ടില്ലേ? ഇന്റർനെറ്റ് ഇല്ലേ? യൂട്യൂബിലൊക്കെ എന്തെങ്കിലും വീഡിയോസും കണ്ടിരുന്നാ പോരെ? വെറുതെ ഈ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ്? മോനെ, അത് പിന്നെ എല്ലാവരുമായിട്ട് ഒരു ബന്ധം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഇത് അയക്കണതാ. എന്തിനാണ് ഈ മെസ്സേജ് അയച്ചിട്ട്? ഇപ്പൊ എന്നെ 2-3 ആളുകൾ ഇപ്പൊ വിളിച്ചു പറഞ്ഞു, അച്ഛനോട് പറയണം ഇങ്ങനെ വെറുതെ അനാവശ്യമായിട്ട് മെസ്സേജുകൾ അയക്കരുത് എന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്താ അവരോട് പറയേണ്ടത്? ഇനി അങ്ങനെ ഉണ്ടാവൂലടാ. ശരി. എന്താ മന്മഥ? സുഗത, ആ, നമ്മൾ ഈ വയസ്സന്മാരൊരു ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ അയക്കണത് അത്ര വലിയ തെറ്റാണോ?
ഏ ഗ്രൂപ്പില് നോക്കിയില്ലേ? ആ ആ എല്ലാവരും ഇപ്പൊ കോയയുടെ കൂടെയാടോ. ഉം. ഉം. അതിലിടയ്ക്ക് ഒരു തലചെറുത്ത ചെക്കൻ പറഞ്ഞത് കേട്ടോ നീ? ഉവ്വ്. ഞാനും നീ അത്ര എപ്പോഴും ഈ മെസ്സേജ് അയക്കണം. നമ്മളിത് നിർത്തിയാൽ തന്നെ ഗ്രൂപ്പ് നന്നാവുന്നു. എന്റെ മോനിപ്പോ വിളിച്ചിടോ. എന്തിന്? അവൻ വിളിച്ചിട്ട് എന്നെ വഴക്ക് പറയാ. എന്തിന്? ഈ ഗ്രൂപ്പിൽ ഇമാരി മെസ്സേജ് ഒക്കെ ഇടേണ്ട എന്താ കാര്യമെന്ന് ചോദിച്ചിട്ടേ. അല്ല അവനെങ്ങനെ അറിഞ്ഞ്? ഗ്രൂപ്പിൽ ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഞാനെല്ലാം നിർത്തിയിടോ. ഞാൻ ആർക്കും ഒന്നും അയക്കണില്ല. നീ എന്തിനാണ് വിഷമിക്കണേ? മന്മതാ, നിനക്ക് എപ്പ മെസ്സേജ് അയക്കണം തോന്നിയാലും നീ എനിക്ക് അയച്ചോ, ഞാൻ അപ്പൊ തന്നെ മറുപടി അയക്കാം കേട്ടോ. ശരിയാ. നീ കഞ്ഞി കുടിച്ചാ? ഇല്ല, കുടിക്കണം. ആ നീ അത് ഇത് ആലോചിക്കേണ്ട, കഞ്ഞി കുടിച്ച് കിടന്നോ. പിന്നെ നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. തിരിച്ചും അതുപോലെ ഞാനും ആശംസിക്കുന്നുടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.